എൻ്റെ പേര് നിമിഷ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതാണ്. ഞാൻ ചെറുപ്പം മുതലേ ഈശോയിനും മാതാവിനും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ ഞങ്ങളും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് അങ്ങനെ വീട്ടുകാർ പറഞ്ഞ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ രഹസ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഇവിടെ യൂട്യൂബിൽ ഞാൻ ഇവിടുത്തെ ഒരു സാക്ഷ്യം കാണാനായിട്ട് ഇടയായി. അപ്പോൾ ആ സാക്ഷ്യം കണ്ട് പിന്നെയും ഞാൻ 2-3 സാക്ഷ്യങ്ങൾ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് വന്നപ്പോൾ ജോലി സ്ഥലത്ത് കൃപാസനം പത്രം കണ്ടു. ആ പത്രം ഞാൻ വായിച്ച് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ആലപ്പുഴയിൽ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്, അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനത് രഹസ്യമായിട്ട് ഞാൻ ഫോണിൽ കാണാറുണ്ടായിരുന്നു. അച്ഛൻ്റെ ധ്യാനമൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഞാൻ സ്വപ്നം കണ്ടു. ഞാനും ഹസ്ബൻഡും കൂടി ഇങ്ങോട്ട് വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വരാനായിട്ട് ഞാൻ എന്നും മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ഇവിടെ വരണം, എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനെ വയ്യാതെ, ഈ അച്ഛന് 75 വയസ്സ് കഴിഞ്ഞതാണ്. അച്ഛൻ ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു, ഇവിടെ വന്ന് അച്ഛനെ നമുക്ക് കിട്ടാനല്ല, അച്ഛൻ നല്ല വയസ്സായി, അച്ഛൻ കിട്ടില്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെയാണോ അത് നിറവേറണം, അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ അവിടെ വന്നു. പക്ഷെ ഉടമ്പടി എടുക്കണ കാര്യം ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി. ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പം അച്ഛൻ മരിച്ചു. ഞാൻ സ്വപ്നം കണ്ടു 2 ദിവസം കഴിഞ്ഞപ്പോൾ. അച്ഛൻ്റെ കഴുത്തിൽ ഇങ്ങനെ കാശുരൂപം, മാതാവിൻ്റെ കാശുരൂപം. ഞാൻ ചോദിച്ചു, അച്ഛനത് എവിടെ നിന്ന് കിട്ടിയേ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിനി എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെന്ന് വിശ്വസിക്കണു, അവരുടെ കൂടെ മാത്രം ഞാനിനി ഇവിടെ വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഈ ഉടമ്പടി എടുത്ത കാരണം ഈ 3 മാസം ഞാൻ അഞ്ചരയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇവരെ കാണാതെ ഞാൻ അടുക്കളയിൽ വെച്ച് എനിക്കങ്ങനെ മാതാവിൻ്റെ ഫോട്ടോ പോലും കൈ പിടിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ ചിരട്ടയിൽ മാതാവിൻ്റെ തിരി കത്തിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എനിക്ക് ഉടമ്പടി പുതുക്കാനാണെങ്കിൽ മറയില്ലാണ്ട് പ്രാർത്ഥിക്കാൻ അമ്മ എനിക്കൊരു വഴി കാണിച്ചു തരണം, എന്നാൽ മാത്രം ഞാൻ ഈ ഉടമ്പടി പുതുക്കുള്ളൂ. എനിക്ക് പ്രാർത്ഥിക്കണം, എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ഹസ്ബൻഡൊന്നും കാണാതെ ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പിന്നെ എനിക്കിങ്ങനെ അച്ഛൻ്റെ ധ്യാനം ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന അച്ഛൻ്റെ ധ്യാനത്തിൽ എനിക്ക് പങ്കുകൊള്ളുന്ന ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാനിനി ഹസ്ബൻഡിനെ മാനസാന്തരപ്പെടാനായിട്ട്, എന്നെ ഇവിടെ വിടാനായിട്ടുള്ള ഒരു അനുവാദം കിട്ടാനായിട്ട് ഞാൻ ഒരുങ്ങി പ്രാർത്ഥിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മ തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇത് പറയണം, അതിനുള്ള മറുപടി അമ്മ തന്നെ എനിക്ക് തരണം. അങ്ങനെ ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹസ്ബൻഡ് എൻ്റെ ഫോൺ നോക്കി, ഫോണിൽ ഇതൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു ഇത് എന്താണെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കൊന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ സൺഡേ ആണ് ഇവിടെ വന്നത്, അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ദിവസം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കും, ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് എത്ര പേര് ഇവിടെ വരാനായിട്ട് ആഗ്രഹിച്ചിട്ട് പറ്റണില്ല, നമ്മളിവിടെ എത്തിയില്ലേ, അച്ഛൻ്റെ ധ്യാനം ഒന്ന് കേട്ടൂടെ പറഞ്ഞു. ഞങ്ങൾ 2 പേരും ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ അച്ഛൻ്റെ ധ്യാനം കേട്ടു. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി കിട്ടി. അപ്പോൾ ആളും പിന്നെ എൻ്റെ കൂടെ ഞങ്ങൾ 2 പേരും കൂടി അച്ഛൻ്റെ ധ്യാനം കാണാനൊക്കെ തുടങ്ങി. ഇവിടെ നിന്ന് പോയതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് വലിയൊരു വർക്ക് കിട്ടി, ഒരു 5 ലക്ഷത്തിൻ്റെ വർക്ക് കിട്ടി. ആ വർക്ക് ആൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റി. ആൾ സ്വന്തമായിട്ട് തുടങ്ങിയെങ്കിലും കൂടിയിട്ട് അതങ്ങോട്ട് ശരിക്കും ചെയ്യാനായിട്ട് പറ്റിയില്ല. ആൾക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്. സ്വന്തമായിട്ട് കട തുടങ്ങിയെങ്കിലും കൂടി അത് കൃത്യമായി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിൻ്റെ ശേഷം വലിയ വർക്ക് കിട്ടി. അതാൾ നല്ല ലാഭമൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയായിരുന്നു. അങ്ങനെ ആളുടെ കീഴിൽ 4 പേരേനെ ആൾ ഹെൽപ്പായിട്ട് വെച്ചു. അങ്ങനെ വർക്കുകളൊക്കെ കിട്ടി തുടങ്ങി. അങ്ങനെ ആൾക്ക് ഭയങ്കര വിശ്വാസമായി. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കൊരു തണ്ടൽ വേദന ഉണ്ടായിരുന്നു, കുറച്ച് നാളായിട്ടുണ്ട് തണ്ടൽ വേദന. ഞങ്ങൾ കുറേ ഡോക്ടർമാരെ കാണിച്ച് അപ്പോൾ അതിനൊരു കുറവുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് മാതാവിൻ്റെ അവിടെ പോയി പ്രാർത്ഥിക്കാം, അതിന് ശേഷം നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ തീരുമാനിക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന്
ഹസ്ബൻഡ് ആ വേദന വെച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാതാവിൻ്റെ ഇവിടേക്ക് മുട്ടുകുത്തി വന്നു. എന്നിട്ട് അന്ന് ഹസ്ബൻഡും അന്ന് ഉടമ്പടി എടുത്തു. അന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ അസുഖം ഈ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഹസ്ബൻഡ് വേദന കൂടി ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി എമർജൻസി MRI ചെയ്തു. അന്ന് സർജറി ദിവസം അല്ലായിരുന്നിട്ടും അന്ന് ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി ആ സർജറി ചെയ്തു. അത് ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി. 6 മാസം നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 1.5 മാസം ആയപ്പോഴത്തേനും ഞങ്ങളിവിടെ റാലിയിൽ പങ്കെടുക്കാൻ വന്നു. പിന്നെ 2 മാസം ആകുമ്പോഴത്തേനും ആൾ വർക്കിന് പോയി തുടങ്ങി. അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തതായിട്ട് ആളുടെ ശരീരത്തിൽ അങ്ങനെ തോന്നണില്ല എന്നാണ് ആൾ പറഞ്ഞത്. ഇപ്പം എല്ലാ വർക്കും ആൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതുപോലെ ഞങ്ങളുടെ അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മ ഉടമ്പടി എടുത്തു. ഞങ്ങളിപ്പോൾ ഞാൻ അത്രയും വിഷമിച്ച് പ്രാർത്ഥിച്ച സമയങ്ങളായിരുന്നു. ഞാൻ ആരും അറിയാതെ ഞാൻ അടുക്കളയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചത്. കഞ്ഞിക്കലത്തിൻ്റെ പിന്നിൽ തിരി കത്തിച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു രൂപം മാതാവിൻ്റെ മേടിച്ചിട്ടുണ്ട്. ആൾ ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്. ഇതുപോലൊരു രൂപം കൂടെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ 5:30 ഞങ്ങൾ കുടുംബസമേതം മുട്ടുമ്പോൾ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് കുർബാന കൂടും. TV-യിൽ കുർബാന, ധ്യാനം. ഒരു ദിവസം 8 മണി വരെ ഞങ്ങൾ TV-യിൽ എല്ലാ പരിപാടി, കുർബാന, ധ്യാനം, ആരാധന എല്ലാം ഞങ്ങൾ കാണും. ഞങ്ങൾ കുടുംബത്തോടൊക്കെ ഞങ്ങളെല്ലാം കാണും. എൻ്റെ മക്കൾ കുഞ്ഞു മക്കളാണ്. ആ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവർ ബൈബിൾ വായിച്ചിട്ടാണ് പോണത്. എന്നും സങ്കീർത്തനം 91 അധ്യായം വായിച്ചാണ് അവർ പോവുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം അച്ഛൻ്റെ ധ്യാനം കൂടണം, ഒരു വട്ടെങ്കിലും കൂടണം എന്നാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചത്. ഞങ്ങളിപ്പോൾ എല്ലാ മാസവും ഒരാഴ്ച ഞങ്ങളിവിടെ വരും ധ്യാനം കാണാൻ. ഇവിടെ ഈ ഫ്രണ്ടിൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള എടുത്തു വെച്ചിട്ടുള്ള സീറ്റാണ് ഈ ഫ്രണ്ടിൽ. എത്ര നേരം വൈകി വന്നാലും ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടെ ഈ ഫ്രണ്ടിൽ ഇരുന്നിട്ട് തന്നെ അച്ഛൻ്റെ ധ്യാനം കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളതുപോലെ ഞങ്ങളുടെ 11 വർഷമായിട്ട് ഞങ്ങളുടെ ആധാരം പണയത്തിലായിരുന്നു. എടുക്കാൻ ഞങ്ങൾക്കൊരു മാർഗ്ഗമില്ല. ഇവിടെ വണക്കമാസത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 21-ാം തീയതി ഞാനൊരു ഡേറ്റ് ഇട്ടു. ഒരു 17 ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് പൈസ റെഡിയായി. ഞങ്ങൾ 21-ാം തീയതിക്ക് മുന്നേ തന്നെ ഞങ്ങൾക്ക് ആധാരം എടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. അതുപോലെ ഞങ്ങളുടെ പട്ടയം ഉണ്ടായിരുന്നില്ല, ആ പട്ടയം എല്ലാം ഇപ്പോൾ ശരിയായി ഞങ്ങൾക്ക്. അതുപോലെ പുതിയ ഭവനത്തിനുള്ള ലോണ് പാസ്സായി. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെള്ളം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വെള്ളം സ്ഥാനം നോക്കാൻ വന്നപ്പോൾ ഞങ്ങളുടെ അവിടെ വെള്ളം അധികം ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ വന്ന സ്ഥാനം നോക്കി അവർ പറഞ്ഞു 300 അടിയെങ്കിലും അടിക്കേണ്ടി വരും വെള്ളം കിട്ടാമെന്ന് പറഞ്ഞു. 300 കഴിഞ്ഞ് 350 വെള്ളമില്ല. അപ്പോൾ അവർ പറഞ്ഞു വെള്ളം കിട്ടാൻ തീരെ ചാൻസ് ഇല്ല, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് 400 ആകുമ്പോൾ നിർത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേരം വേഗം തിരി കത്തിച്ച് ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ച് അപ്പം തന്നെ ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പെടുത്ത് ഞങ്ങളവിടെ അടിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് മാതാവ് ഞങ്ങളുടെ പൈസ പോണതിനല്ല, ഞങ്ങൾ ഹിന്ദുക്കളായിട്ടും ഞങ്ങൾ മാതാവിനെ വിശ്വസിക്കുന്നത് എല്ലാവരും ഞങ്ങളെ പരിഹസിക്കുന്നത്. അപ്പം ഇനി ഇത് മാതാവിനെ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ കൂടുതൽ എല്ലാവരും പരിഹസിക്കും. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം വിഷമമുണ്ടായിരുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ അമ്മയുടെ ആവശ്യം ഞങ്ങൾക്ക്, അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഈ വെള്ളം അമ്മ കാണിച്ചു തരണം. ഇവിടെ അച്ഛൻ പറഞ്ഞൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വന്നു. ദൈവപിതാവേ അങ്ങയുടെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നതിനായി ഞങ്ങളുടെ പറമ്പിന് നേരെ കൈകൾ നീട്ടണമെന്ന് പറഞ്ഞ് ആ കുഴലടിക്കുന്ന സ്ഥലത്തേക്ക് കൈ നീട്ടി. ഞാൻ 10 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വെച്ചാൽ ഞാൻ 7 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴത്തേനും 375 അടിയായി. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വെള്ളം കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് ഭാഗ്യം, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, അങ്ങനെ കിട്ടിയ വെള്ളമാണോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അവിടെ ഇതേപോലെ അടുത്ത് തന്നെ കുഴലടിച്ചിട്ട് പെട്ടെന്ന് വെള്ളം കണ്ടിട്ട്, പക്ഷെ അത് ചെളിവെള്ളമായിട്ട് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇത് കുറേ പാറയായതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയത് വെള്ളം നല്ല വെള്ളമാണ് നിങ്ങൾക്ക് കിട്ടിയേക്കണത്. അങ്ങനെ ഞങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അമ്മയും ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ആ കാരുണ്യ പ്രവർത്തനം ചെയ്യാനായിട്ട് ഞങ്ങളുടെ അവിടെ ഒരു തളർന്ന് കിടക്കണ പേഷ്യൻസ് ഉള്ള ഒരു സ്ഥാപനമുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയി അവിടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെ അവർക്ക് ഫുഡ് വാരി കൊടുക്കും, അവരെ തുടയ്ക്കും, അവരെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. അതുപോലെ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ മാതാവിൻ്റെ എല്ലാ ഇവിടുത്തെ എല്ലാ അത്ഭുത പ്രവൃത്തികളെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ അനുഭവവും പറഞ്ഞ് ഞങ്ങൾ പത്രം എല്ലാവർക്കും കൊടുക്കും. ഒരാളെ അതേപോലെ കണ്ട് ഞങ്ങൾ സംസാരിച്ചാൽ പിന്നെ ഞങ്ങൾ അത് സംസാരം അവസാനിക്കുക മാതാവിന് കൃപാസനം
മാതാവിൻ്റെ കാര്യം പറഞ്ഞായിരിക്കും. ഞങ്ങളെല്ലാവരുടെ അടുത്ത് ഞങ്ങൾ മാതാവിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയും. ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് എല്ലാവരെയും സഹായിക്കും. അതുപോലെ തന്നെ എനിക്ക് ഉപവസിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയണ്ടായില്ല. ഞാൻ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഞാൻ 3 മണി വരെയൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കാണ്ടിരുന്നു. ഇപ്പം ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഞാൻ 6 മണി വരെ ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. 6 മണിയായിട്ട് ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. ഇപ്പോൾ നോയമ്പ് കാലം ആയതുകൊണ്ട് വെള്ളിയാഴ്ചയും കൂടി ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം ഇപ്പം ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇതേപോലെ എല്ലാ നോയമ്പും എല്ലാം എടുത്തുണ്ട്. ഞങ്ങളെല്ലാവരും ബൈബിളും വായിക്കും, കൊന്ത ചൊല്ലും. ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ 1000 മണി ദിവസം ചൊല്ലാറുണ്ട്. ഞങ്ങളിപ്പോൾ കുരിശിൻ്റെ വഴി ചൊല്ലാറുണ്ട്. ഞങ്ങളെല്ലാ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. കൃപാസന മാതേ അമ്മേ, കാരുണ്യകേദാരം നീയേ, വാഗ്ദാന പേടകമമ്മേ, മോക്ഷകവാടവും നീയേ. സങ്കീർത്തനം 34 8 തിരുവചനം അരുളി ചെയ്യുന്നു: കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നിമിഷ, ദിബേഷ് രണ്ടുപേരും, ദിബേഷും നിമിഷയും ഉടമ്പടി എടുത്ത മക്കളാണ്. ഇവിടെ വന്ന് തങ്ങളുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു. തങ്ങളുടെ കുടുംബം ഇന്നെങ്ങനെ കർത്താവിനെ അറിയുന്നു, കർത്താവിനെ വിശ്വസിക്കുന്നു, കർത്താവിനെ ജീവിതത്തിൽ അധരത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് ക്രിസ്തു ഏകരക്ഷകനെന്ന് വിശ്വസിച്ച് ഇന്ന് മുമ്പോട്ട് പോകാൻ കഴിയുന്നതിൻ്റെ കൃപയുടെ നിറവിൽ ഈ കുടുംബം സംസാരിക്കുകയാണ്. എങ്ങനെ തനിക്ക് ആദ്യമൊന്നും പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല, എന്നാൽ പിന്നീട് തൻ്റെ കുടുംബം ഒന്നാകെ ഇപ്പോൾ എങ്ങനെയാണ് ഉടമ്പടി ജീവിതം നയിക്കുന്നത്. അതുമൂലം തങ്ങൾക്ക് എന്തൊക്കെ തങ്ങളുടെ ആധാരം 11 വർഷമായിട്ട് തങ്ങൾക്ക് പണയത്തിലായിരുന്ന ആധാരം എടുക്കാൻ കഴിയുന്നു. ഹസ്ബൻഡിന് സ്വന്തമായൊരു സ്ഥാപനം, തൻ്റെ കീഴിൽ 4 വർക്കേഴ്സിനെ നിർത്തിക്കൊണ്ട് ഒരു സ്ഥാപനം, അതൊക്കെ തുടങ്ങുവാനായിട്ട് ഈ മകന് കഴിഞ്ഞു. അതുവരെയും അതിനൊന്നും സാധിച്ചിരുന്നില്ല. അതുപോലെ തൻ്റെ ഹസ്ബൻഡിനൊരു സർജറി കഴിഞ്ഞു. 6 മാസത്തെ റെസ്റ്റ് പറഞ്ഞതാണ്. ഏകദേശം 2 മാസത്തിനുള്ളിൽ തന്നെ ആ മകൻ സാധാരണ ജോലികൾ ചെയ്യാൻ തുടങ്ങി, എല്ലാ വർക്കുകളും ചെയ്യാൻ തുടങ്ങി. തങ്ങൾക്ക് ഭവനം നിർമ്മിക്കുന്നതിന് ലോൺ ലഭിക്കുന്നു. അതുപോലെ അമ്മയുടെ കാശുരൂപവും പിടിച്ച് തങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വെള്ളം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് തങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നത്. ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ മകൾ പറഞ്ഞ ഓരോ കാര്യവും അതിലാണ് നമ്മെ കൊണ്ടെത്തിക്കുക. യോഗ്യരല്ല നമ്മൾ, എന്നാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എങ്ങനെ പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്നു. അമ്മ ഇന്ന് ഞങ്ങൾക്കെല്ലാമാണെന്നാണ് ഈ കുടുംബം പറയുക. സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങൾക്കായി ഉദയം ചെയ്തിരിക്കുന്നു. ലൂക്കായുടെ വിശ്വസുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം അരുളി ചെയ്യുമ്പോൾ, അന്ന് ആട്ടിടയരോട് ദൈവദൂതൻ അരുളി ചെയ്ത തിരുവചനം ഇന്ന് കൃപാസനം അൾത്താരയിൽ എത്രയോ കുടുംബങ്ങൾ വന്ന് തങ്ങളുടെ സാക്ഷ്യം പങ്കുവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഏകരക്ഷകനായ യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ ഇന്ന് എന്തെല്ലാം ചെയ്യുന്നു. 8 മണിവരെ പ്രാർത്ഥനയാണ് അവരുടെ വീട്ടിൽ. തങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള കൃപ ലഭിച്ചു. എല്ലാറ്റിനും ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ കുടുംബം എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുക. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിലൊക്കെ ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി മതി നമ്മുടെ കുടുംബം ദൈവത്താൽ കൃപയുള്ളതായി തീരുവാൻ. അങ്ങനെ ഒട്ടും സാധ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് ദൈവത്തെ
മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് സാക്ഷ്യം വഹിക്കുന്ന ഈ കുടുംബത്തോടൊപ്പം കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞ ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.